ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരം മദീന പള്ളിയിലെ മിമ്പറയിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, നമ്മളെ ഷാമിൽക്കും യമനിക്കും നീ ബർക്കത്ത് കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു, വഫീ നജ്ദിനാ, യമനും ഷാമും നബിയെ തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ, ബർക്കത്ത് കൊണ്ടുള്ള ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ. ഞാൻ നജ്ദ് നാട്ടുകാരനാണ്, ആ നജ്ദിന്റെ കാര്യത്തിലും ദുആ ചെയ്യണം. അപ്പൊ റസൂല് പറഞ്ഞത്, വമിൻഹാ യഖ്റുജു ഖർനു ശൈത്താൻ, ശൈത്താന്റെ പാറട്ടികൾ ആ നജ്ദിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഐക്യസംഘക്കാർ സമ്മേളനങ്ങളിലൂടെ ആശയപ്രചരണം നടത്തിയപ്പോൾ സമസ്ത അതേ ശൈലിയിൽ തന്നെ മറുപടി നൽകി. അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാം ദീൻ മാത്രമാണ്. ആ മഹത്തായിരിക്കുന്ന ദീൻ നമ്മുടെ കേരളക്കരയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത് സഹാബിമാരാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെ അവർ പ്രചരിപ്പിച്ച ആ ഇസ്ലാം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ദീർഘകാലം കേരളത്തിൽ നിലനിൽക്കുകയുണ്ടായി. മൈ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ദീനീ രംഗത്ത് ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ എൻ്റെ ശരീരയും എൻ്റെ സഹാബത്തിൻ്റെ ശരീരയും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. വിദഈ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചാൽ അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളെയും ശാപം അവരുടെ മേലുണ്ടാവുന്നതാണ് എന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 25-ൽ കോഴിക്കോട് വെച്ച് അവരെ യോഗം കൂടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്തു. 1927 ഫെബ്രുവരി 7-ന് താനൂരിൽ നടത്തപ്പെട്ട അതിവിപുലമായ ഒന്നാം സമ്മേളനത്തോടെയാണ് സമ്മേളന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. അതേ വർഷം ഡിസംബർ 31-ന് പാലക്കാട് ജില്ലയിലെ മോളൂരിൽ രണ്ടാം സമ്മേളനവും 1929 ജനുവരി 7-ന് വല്ലപ്പുഴ ചെമ്മൻകുഴിയിൽ മൂന്നാം സമ്മേളനവും 1930 മാർച്ച് 17-ന് മണ്ണാർക്കാട് നാലാം വാർഷിക സമ്മേളനവും നടന്നു. 1931 മാർച്ച് 11-ന് മേലാറ്റൂരിനടുത്ത വെള്ളിയഞ്ചേരിയിൽ നടന്ന അഞ്ചാം സമ്മേളനവും 1933-ൽ ഫറോക്കിൽ വെച്ച് നടന്ന ആറാം സമ്മേളനവും ചരിത്രപ്രസിദ്ധങ്ങളായിരുന്നു. 1929-ലെ ചെമ്മൻകുഴി സമ്മേളനത്തിൽ വെച്ചാണ് സംഘടനയുടെ മുഖപത്രമായി അൽബയാൻ മാസിക തുടങ്ങാൻ തീരുമാനിച്ചത്. അതേ വർഷം ഡിസംബറിൽ അൽബയാന്റെ പ്രഥമ ലക്കം ഒന്നാം പുസ്തകം പുറത്തിറങ്ങി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു മുഖ്യപത്രാധിപർ. ഒരു ഇടവേളയ്ക്ക് ശേഷം 1950 ഒക്ടോബറിൽ വീണ്ടും അൽബയാൻ പുറത്തിറങ്ങി. ആദ്യം കാടേരി മുഹമ്മദ് മുസ്ലിയാരും തുടർന്ന് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുമായിരുന്നു മുഖ്യപത്രാധിപന്മാർ. പണ്ഡിത പ്രമുഖനായിരുന്ന കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ 1945 മെയ് 27-28 തീയതികളിൽ പട്ടിക്കാടിനടുത്ത കാര്യവട്ടം നടന്ന സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. പ്രാഥമിക മതപഠനത്തിന് വ്യവസ്ഥാപിത രീതി ആവശ്യമാണെന്ന പിൽക്കാലത്ത് മദ്രസാ പ്രസ്ഥാനത്തിന് പ്രചോദനമായ ആശയം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തിയത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഈ കാണുന്ന വീട് സമസ്തന്റെ യോഗ അവിടെ നടന്നെന്ന് കേരളത്തിലുള്ള ഉലമാക്കൾ എല്ലാവരും സംഘടിച്ച് മുസാവറത്ത് ചെയ്ത് ജമാഅത്തേരോട് എങ്ങനെ കൂടികയുണ്ട് സുന്നികൾ എന്ന് തീരുമാനിച്ച ഒരു വീടാണ്. ആ ജനങ്ങളാകെ തിങ്ങി അറിഞ്ഞു നിന്റെ കാഴ്ചയിലന്ന്, അത് നിന്റെ കാഴ്ചപ്പെട്ടതാണ്. 1947-ൽ കോഴിക്കോടിനടുത്ത മീഞ്ചന്തയിൽ നടന്ന 17-ാം സമ്മേളനവും 1950-ൽ വളാഞ്ചേരിയിൽ നടന്ന 18-ാം വാർഷിക സമ്മേളനവും 1951-ൽ
വടകരയിൽ ചേർന്ന 19ാം വാർഷിക സമ്മേളനവും സമസ്തയുടെ ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളാണ്. 1996 മാർച്ച് 29, 30, 31 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് പരലക്ഷങ്ങൾക്ക് ആതിഥ്യമരുളിയ 70ാം വാർഷിക സമ്മേളനം ഈ പരമ്പരയിലെ 25ാമത്തേതായിരുന്നു. കളങ്കമുക്തമായ ഇസ്ലാമിക ആശയങ്ങളുടെ കാവലാളുകളായി കടന്നുപോവുകയും ആദർശമഹിമയുടെ സംഘബോധത്തിന് ചിറക് പിടിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ മഹാമനീഷികളുണ്ട്. നിസ്വാർത്ഥതയുടെ നിറകുടങ്ങളും വ്യക്തിവിശുദ്ധിയുടെ പൂനിലാവുകളുമായ അവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് ഈ പരമാധികാര പണ്ഡിതസഭയുടെ ആസ്തി. ഖായിദുൽ ഖൗം ബാഫക്കി തങ്ങളും പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ മുസ്ലിം കൈരളിയുടെ കുലപതി PMSA പൂക്കോയ തങ്ങളും ആത്മപ്രഭയുടെ ഒളിമങ്ങാത്ത സ്വരൂപം സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളും നോവുന്ന ഹൃദയത്തിന്റെ വിതുമ്പുന്ന സ്മരണയായി ഇന്നും നിലകൊള്ളുന്ന സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങളുമെല്ലാം അതിലെ സയ്യിദ് സൗഭാഗ്യങ്ങളാണ്. KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, മൗലാന അബ്ദുൽ ഖാദിർ ഫൽഫരി, മൗലാന അഹമ്മദ് കോയ ശാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, കാടേരി മുഹമ്മദ് മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നിവർ അതിന്റെ ആദ്യകാല സൂനങ്ങളായിരുന്നു. കേരളത്തിലെ സൂഫി പരമ്പരയിലെ ഗണനീയ വ്യക്തിത്വം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ആദർശവേദികളിൽ അഗ്നിജ്വാലകളായിരുന്ന EK ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹിമാൻ മുസ്ലിയാർ, പണ്ഡിത പ്രമുഖരും പ്രഭാഷണ പ്രതിഭകളുമായിരുന്ന പോന്താവനം N അബ്ദുള്ള മുസ്ലിയാർ, കോറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, സമസ്തയുടെ മാസ്റ്റർ ബ്രെയിനുകളായിരുന്ന MM ബഷീർ മുസ്ലിയാർ, നാട്ടിക V മൂസ മുസ്ലിയാർ, നിസ്വാർത്ഥ സേവനത്തിന്റെയും വ്യവസ്ഥാപിത പ്രവർത്തനങ്ങളുടെയും കരുതിവെപ്പുകളായിരുന്ന CH ഐദ്രോസ് മുസ്ലിയാർ, KP ഉസ്മാൻ സാഹിബ്, P അബൂബക്കർ നിസാമി, പരപ്പനങ്ങാടി TK അബ്ദുള്ള മൗലവി, വടക്കേ മലബാറിന്റെ അനുഗ്രഹമായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനും മാർഗദർശിയുമായിരുന്ന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അതിന്റെ കഴിഞ്ഞ തലമുറയിലെ പ്രഗൽഭമതികളായിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. വിദഅത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി, വിദഅത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി സത്യത്തിൻ കൈത്തിരി കാട്ടി. ഭൗതിക നേട്ടത്തിനപ്പുറമുള്ളോര നേട്ടത്തിൻ ചിന്തയിലൂട്ടി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെന്ന ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ. ജീവിതവിശുദ്ധിയുടെ അനിഷേധ്യ വ്യക്തിത്വവും പണ്ഡിത കേരളത്തിന്റെ അഭിമാനവുമായിരുന്ന കണ്ണിയത്തുസ്താദിന്റെ അധ്യക്ഷതയിൽ 1989 ഫെബ്രുവരി 18 ചേർന്ന സമസ്ത മുശാവറ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗുരുവര്യരെ